ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ടാരോ ട്രേഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയെക്കുറിച്ചാണ്. അതോടൊപ്പം ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. കിങ് ഓഫ് ഷോർട്സ് ആണ്, ഇത് ചാരിയറ്റാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുണ്ടാവും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കിടയിൽ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ സംസാരമൊന്നും ഇല്ലാതെ ചിലപ്പോൾ വഴക്കിൻ്റെ പേരിലായിരിക്കാം നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് വന്നത്, അല്ലെങ്കിൽ ഈ സമയത്ത് പരസ്പരം പിണങ്ങി നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയമാവാം, ദേഷ്യപ്പെട്ട് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയതാവാം, അല്ലെങ്കിൽ ഈ സമയത്ത് പിണക്കത്തിലാണെങ്കിൽ പോലും നിങ്ങളോ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ദേഷ്യത്തിലായിരിക്കാം കൂടുതലും, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ സൈലൻ്റായിട്ട് ആരാദ്യം വിളിക്കുന്നത്, അങ്ങനെ ആ ഒരു മൈൻഡിലായിരിക്കാം നിൽക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ, കോളൊന്നും വിളിക്കാതെ, മെസ്സേജൊന്നും അയക്കാതെ, ആ ഒരു രീതിയിലായിരിക്കാം നിങ്ങൾ പരസ്പരം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് വരാൻ കാരണം അതിൻ്റേതായ കാരണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ആ കാരണത്താലാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെങ്കിലും നിങ്ങളുടെ വ്യക്തിക്കിപ്പോൾ എന്താ പറയുക, ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളിപ്പം മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് വിളിക്കണം എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡിലാണ് ഉള്ളത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഈഗോ കാരണമാവാം, അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങൾ അവരെ പിന്നോട്ടും കൂടി വലിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അവർക്ക് എത്രയൊക്കെ നിങ്ങളിലേക്ക് വരണം എന്ന് വിചാരിക്കുമ്പോഴും എന്തൊക്കെയോ സാഹചര്യങ്ങൾ അവരെ പിന്നോട്ടേക്ക് തന്നെ വലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നോട്ടേക്ക്, അതായത് ഇങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്, എങ്കിലും ചില കാരണത്താൽ അതാണ് അവരുടെ. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഈ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ അവരെ മനസ്സിനെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്റ്റ് ഉണ്ടായ ഒരു സാഹചര്യം എന്താണെങ്കിലും അത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വേദനയാണ്, അല്ലെങ്കിൽ രാത്രിയിൽ പോലും അവർ ചിന്തിക്കുന്ന അതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരാതെ അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി കാരണമായിരിക്കാം ചിലപ്പോൾ മാറി നിൽക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പിന്നിലുള്ള ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അവർക്കതൊരു വേദനയുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് അവരുടെ എനർജി നോക്കുമ്പോൾ അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ എങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഫീലിങ്സ് ഉണ്ട്, നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഒരുപാട് ഹൃദയം നിറഞ്ഞ ഒരു സ്നേഹം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു അത്രമേൽ ആഴത്തിലുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരണം എന്നൊക്കെയുണ്ട്. ഈ സമയത്ത് അവർക്ക് ഫോൺ വിളിക്കണം എന്നൊക്കെയുണ്ട്. അതായത് അത്രമേൽ ആഴത്തിലുള്ള ഒരു സ്നേഹം ഇപ്പോൾ ആ വ്യക്തിക്കുണ്ട്, നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. ഇല്ലാതെയൊന്നല്ല അവർ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ സമയത്ത് പിണങ്ങി നിൽക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നുമില്ല നിങ്ങളിൽ നിന്ന് വിട്ടുമാറിയ ശേഷം. പക്ഷെ അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഈ വ്യക്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഉള്ളിൽ നിങ്ങളാണ്, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ രാത്രിയിൽ പോലും കിടക്കുമ്പോൾ അവർ നിങ്ങളെ ഓർത്തിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഫീലിങ്സ് ഉണ്ട്, ഒരുപാട് ഫീലിങ്സോട് കൂടിയാണ് ഈ വ്യക്തി ഉള്ളത്. നിങ്ങളോട് അത്രമേൽ ആഴത്തിലുള്ള ഒരു ഫീലിങ്സാണ് ഉള്ളത് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക്. കാരണം എന്നുവെച്ചാൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാവാം, ഒരുപാട് സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, അതായത് നല്ലപോലെ സ്നേഹിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് കിട്ടിയത്. അതിൽ നിങ്ങളൊരു ഭാഗ്യവാൻ തന്നെയാണ്. കാരണം
അവരുടെ ഉള്ളിൽ അതെന്ന് വെച്ചാൽ ഈ ഒരു കപ്പ് കണ്ടോ, ആ ഒരു കപ്പ് അത് നിങ്ങൾക്കാണ് അവർ വെച്ച് നീട്ടുന്നത്. അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് നിങ്ങളോട് തന്നെയാണ്, നിങ്ങളുടെ വ്യക്തിക്കുള്ള. അപ്പോൾ നല്ലതുപോലെ സ്നേഹിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ട് തന്നത് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ പിരിഞ്ഞാലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളത് തന്നെ. ഉള്ളിൻ്റെ ഉള്ളിൽ അവരിപ്പോഴും നിങ്ങളെ തന്നെയാണ് കൊണ്ട് നടക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വഴക്കിട്ട് പിരിഞ്ഞാലും അല്ലാതെ വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് പിരിഞ്ഞാലും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയും ആ ഒരു ഏസ് ഓഫ് കപ്സ് വരുമ്പോൾ അവരുടെ ആ കപ്പ് എന്ന് വെച്ചാൽ വേറെ അത്രമേൽ ആഴത്തിലുള്ളൊരു സ്നേഹമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവർ വെച്ച് നീട്ടുന്നത്. കാരണം അവരുടെ ഹൃദയമാണത്. അപ്പോൾ ആ ഒരു ഹൃദയത്തിലുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെയാണ് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അത്രമേൽ സ്നേഹിക്കുന്ന ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, അത്ര സ്നേഹമുള്ളൊരു വ്യക്തിനെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത്. എങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ചാരിയറ്റ് കാർഡിൽ. അതായത് എന്തൊക്കെ പ്രശ്നത്തിൻ്റെ പേരിൽ അവർക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ വരണം എന്നുണ്ടെങ്കിലും അവരെ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ അവരെ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജി കൂടി കിട്ടിയപ്പോൾ നമുക്കത് മനസ്സിലായി. എന്താണ് അവർ എന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുന്നത് പോലും. അതായത് ആ ഒരു സൈലൻ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല പോലെ. അവരിപ്പോൾ ഒന്നും മിണ്ടാതെയാണ് നിൽക്കുന്നത്, ഒരു അനക്കവും ഇല്ലാതെ അവർ ഇങ്ങനെ നിൽക്കാൻ കാരണം അവർക്ക് ഒരു ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയക്കുന്നതാവാം. സത്യം തന്നെ കേട്ടോ പറഞ്ഞത്. അവർ കാര്യമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണ്. ഫാമിലി ആവാം, അല്ലെങ്കിൽ വ്യക്തികളാവാം, അല്ലെങ്കിൽ അവർ എന്താ പറയുക സിറ്റുവേഷൻ ആവാം, എന്തും ആവാം. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് കാര്യമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ഭയത്താലായിരിക്കാം ചിലപ്പോൾ അവരെ മറന്നിട്ട് ചിലപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വന്നാൽ ഇവരെ കൂടി നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇവരെ കൂടി ചുമക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ വ്യക്തിക്കുണ്ടായെന്ന് വരാം. അല്ലെങ്കിൽ ചില വ്യക്തികളിലേക്ക് ചില വ്യക്തികളെന്ന് പറയുമ്പോൾ അവരുടെ ഭാര്യ ആവാം, ഫാമിലി ആവാം, ഹസ്ബൻഡ് ആവാം, എന്തും ആവാമല്ലോ. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ എന്തും ആവാം, സിറ്റുവേഷൻ ആവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടായിരിക്കാം ഇവർക്ക് നിങ്ങളിലേക്ക് വരാനൊരു ഭയം. അല്ലാതെ സ്നേഹം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. സ്നേഹം എന്ന് പറയുന്ന അത്ര മേൽ ആഴത്തിലുള്ള ആ ഒരു സ്നേഹം തന്നെയാണ് നിങ്ങളോട് ഇവർക്കുള്ളത്. ഒരുപാട് സ്നേഹം, ഫീലിങ്സ്, നല്ലൊരു വ്യക്തിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല സ്നേഹിക്കാൻ അറിയുന്ന നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ എന്തോ ഒരു കാരണത്താലാണ് അവർ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് അകപ്പെട്ട് പോയത് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവരുടെ ഉള്ളിൽ നിങ്ങളടുത്ത് വരണം എന്ന് തന്നെയാണ്. എങ്കിലും കണ്ടോ നമുക്ക് കിട്ടിയ കാർഡുണ്ട്, ലവേഴ്സാണ്. അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് എന്നുള്ളത്. ആ ഒരു ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളടുത്താണ് ഈ വ്യക്തിക്ക് ഡീപ്പ് കണക്ഷൻ ഉള്ളത്. ഈ ഡീപ്പ് പ്രേമം, സ്നേഹം, വല്ലാത്തൊരു ആകർഷണം തോന്നാം നിങ്ങളടുത്ത് ഈ സമയത്ത്. എന്നുവെച്ചാൽ എന്താ പറയുക, വളരെ ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഈ വ്യക്തി. ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു വിഷമത്തോടു കൂടിയാണ് ആ വ്യക്തി നിൽക്കുന്നതും. അപ്പം ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ വിചാരിക്കും പോലൊന്നല്ല. നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് എന്താ പറയുക, നിങ്ങളില്ലാത്തതിൻ്റെ ഫീലിങ്സ് അറിയുന്നുണ്ട് നല്ല പോലെ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടാകുന്ന ആ ഒരു സന്തോഷമല്ല ഈ വ്യക്തി മാറി നിൽക്കുമ്പോൾ ഈ വ്യക്തിക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും. രണ്ടുപേരും അങ്ങനെ ആയിരിക്കും ഇപ്പോൾ അനുഭവിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഈ സമയത്ത് നിങ്ങളും ഇതുപോലെ വേദന അനുഭവിക്കുന്നുണ്ടാവാം. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെയായിരിക്കാം, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി തന്നെയായിരിക്കാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ആഴത്തിലാണ് സ്നേഹിക്കുന്നത്. രണ്ടുപേർക്കും ഒരിക്കലും വിട്ടു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയും സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുണ്ട്. അതേപോലെ തിരിച്ച് നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പരസ്പരം എന്താ പറയുക,
യൂണിവേഴ്സിൻ്റെ ഒരു എന്താ സപ്പോർട്ടുണ്ട് നിങ്ങളുടെ സ്നേഹത്തിൽ. നമുക്ക് ഈ ഒരു ഇത് കണ്ടോ, യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം ഉള്ള ഒരു ബന്ധമാണ് ഒരു ലവേഴ്സ് കാർഡൊക്കെ എന്ന് പറയുമ്പോൾ. ഒരു എന്താ പറയുക, സോൾമേറ്റ് കണക്ഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്നേഹം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. പക്ഷേ ഇവരുടെ ഫാമിലിനെ ആകാം ഇങ്ങനെ ഭയക്കുന്നത്, തേർഡ് പാർട്ടി വ്യക്തികളെയോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാം. അപ്പോൾ ചിലപ്പോൾ ഇതിനെ എതിർക്കുന്നുണ്ടാവാം, നല്ല രീതിയിൽ ഈ ബന്ധത്തെ എതിർക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിലോട്ട് പോയ റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ്, ഇപ്പോൾ എന്തു പറയുക, ഇപ്പോൾ ഈ സമയത്ത് അവർ അങ്ങനെയുള്ള നിങ്ങളിപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ളവർക്കെല്ലാം ആണെങ്കിൽ അവരുടെ എന്താ പറയുക, ഈ സമയത്ത് അവർക്ക് വേറെ എന്താ പറയുക, ഒരാൾ കല്യാണം കഴിഞ്ഞവരായിരിക്കും, ഒരാൾ കഴിയാത്തവരായിരിക്കും. അപ്പോൾ ഇവരുടെ ഉത്തരവാദിത്തമല്ലേ അവരെ വൈഫ് ഹസ്ബൻഡൊക്കെയുള്ള ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനൊരു ഭയം. അപ്പോൾ ഒരിക്കലും ഒരാളിൽ നിന്ന് സ്നേഹം കിട്ടാത്തത് കൊണ്ടായിരിക്കില്ലേ ഇങ്ങനെ ഉണ്ടാവുന്നത്. അതായത് അവർക്ക് നല്ല രീതിയിൽ ആ ഒരു ഈ പറയുന്ന ഈ വ്യക്തികളിൽ നിന്ന് നല്ല രീതിയിൽ സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഈ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഈ വ്യക്തിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്താണ് ഈ വ്യക്തിയുടെ ഫീലിങ്സ് ഒക്കെ ഉള്ളത്. അപ്പം നിങ്ങൾ അത്രമാത്രം ഈ വ്യക്തിക്ക് സ്നേഹം കൊടുക്കുന്നതുകൊണ്ടാണ് തിരിച്ച് ഈ വ്യക്തിക്കും നിങ്ങളോട് ഒരുപാട് സ്നേഹം. മാത്രം ഇപ്പോൾ നോ കോണ്ടാക്റ്റ് വരാൻ കാരണം അവർക്ക് അവരുടേതായ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ്. അതായത് അവരുടേതായ ചില കാര്യങ്ങളിൽ ഈ വ്യക്തിയെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ടാണ്, തടഞ്ഞ് വെച്ചിരിക്കുകയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ലതുപോലെ തടയുന്നുണ്ട്. നിങ്ങളിലേക്ക് വരാത്ത വിധം ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഭാഗത്ത് നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. അവരെ ഭാഗത്ത് നിർത്തിയിട്ടാണ് ഉള്ളതെങ്കിലും അവരുടെ മനസ്സ് ഒരിക്കലും ഒരാളെ ശരീരം മാത്രമല്ലേ പിടിച്ചു കെട്ടാനൊക്കെ പറ്റൂ, മനസ്സിനെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും നിങ്ങളെ വ്യക്തിനെ ആരൊക്കെ മാറ്റാൻ നോക്കിയാലും, നിങ്ങളുടെ വ്യക്തി എങ്ങനെയൊക്കെ പ്രലോഭനത്താൽ മറ്റുള്ളവർ കവർന്നെടുത്താലും നിങ്ങളുടെ വ്യക്തിൻ്റെ മനസ്സ് മാറ്റാൻ അവരെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ ശരീരം ചിലപ്പോൾ മാറ്റാൻ സാധിക്കുമായിരിക്കും, ശാരീരികമായിട്ട് അവരെ കൊണ്ട് പറ്റുമായിരിക്കും, ബലം പ്രയോഗിച്ച് അവരുടെ കീഴിലാക്കുക ഒക്കെ പറ്റുമായിരിക്കും. പക്ഷെ മനസ്സുകൊണ്ട് ഒരിക്കലും പറ്റുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം തന്നെയുള്ള ലൈഫ് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതായത് നിങ്ങളൊന്നിച്ചുള്ള ഒരു ലൈഫ് തന്നെയാണ്. അവരിനി എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ പിടിച്ചു വെച്ചാലും ഇവർക്ക് വേണ്ടത് നിങ്ങളെയാണ്, ഇവർക്ക് വേണ്ടത് നിങ്ങളോടൊപ്പം ജീവിക്കാനാണ്, നിങ്ങളോടൊപ്പമുള്ള ലൈഫ് തന്നെയാണ് ഈ വ്യക്തിക്ക് വേണ്ടത്. അതിൽ ഒരു മാറ്റവും. ഇപ്പോൾ എന്ത് പറയാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡിവൈൻ മെസ്സേജ് തന്നെ നമുക്ക് കാണുന്നത് തന്നെ എന്താണ്, നിങ്ങളാണ്, അതായത് ചേരേണ്ടത് നിങ്ങളാണ്. അതായത് ഡിവൈൻ മെസ്സേജ് ഉള്ളതും അത് തന്നെയാണ്, ചേരേണ്ടത് നിങ്ങളാണ്. നിങ്ങളൊരു കാരണത്താലും വിഷമിക്കേണ്ട, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കുള്ളതാണ്. കാരണം അവരുടെ ഉള്ളിൽ അവർ ആഗ്രഹിക്കുന്നതും ആ ഒരു 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, ഒരു ഫാമിലിയാണ്, നിങ്ങളുമൊത്തുള്ള ഒരു ജീവിതമാണ്, നിങ്ങളുമൊത്താണ് അവർക്ക് ജീവിക്കാൻ ആഗ്രഹം എന്നൊക്കെയാണുള്ള ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഒരു മിറാക്കിൾസ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഏഞ്ചൽ സപ്പോർട്ടുണ്ട്, ഏഞ്ചലിൻ്റെ ഒരു ഇടപെടലുണ്ട്, ഒരു മിറാക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, ഉറപ്പായിട്ടും വരും എന്നുള്ള ഒരു കാർഡാണ് നമുക്ക് അവസാനമായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ എന്താണോ തടഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കിടയിൽ നോ കോണ്ടാക്റ്റ്, അതിലൊരു മാറ്റം വരും, അതിലൊരു ചേഞ്ച് വരും എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾക്കുള്ളതാണ്, ഈ വ്യക്തിയുടെ ഫീലിങ്സും അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്ര കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ യഥാർത്ഥ ഫീലിങ്സ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ദി ഹൈ പ്രഷ്യസ് ആണ്. അതായത് ഒരു വശത്ത് അവരെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഒരു വശത്ത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സാണ്. അതായത് നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തിയുടെ എല്ലാമാണ്, മറ്റേ വശം എന്ന് പറയുന്നത് അത് തേർഡ് പാർട്ടിയാണ്. പക്ഷേ ഇവർ നിങ്ങളോടൊപ്പം ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് പോലും.
അവരുടെ അവബോധം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കഴിയുമ്പോഴാണ് അവരുടെ സംതൃപ്തി ലഭിക്കുന്ന. അവർക്ക് നിങ്ങളാണ് അവരുടെ എല്ലാം എന്നാണ് നമുക്ക് ഈ കാർഡ്സിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് തേർഡ് പാർട്ടിയെ ഇപ്പോൾ ഭയക്കുന്നുണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ലെങ്കിലും, ഈ വ്യക്തി ഫ്യൂച്ചറിലെങ്കിലും നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ഡിവൈനിൽ നിന്നും നമുക്ക് കിട്ടുന്നത് തന്നെ. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയക്കണ്ട, അല്ലെങ്കിൽ ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം, ഇതാർക്കൊക്കെ റെസനേറ്റ് ആവുമെന്നറിയാൻ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ പിടിച്ചു വെക്കുന്ന പലരും ഉണ്ടാവും. പിടിച്ചു വെച്ചിരിക്കുകയായിരിക്കും ചില തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ചില പ്രലോഭനത്താലോ. എങ്ങനെയായാലും ഇവിടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, ഈ വ്യക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. എങ്ങനെയായാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ഒരു ഓവറോൾ എനർജി അതാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പത്തനംതിട്ട, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ, ഗവൺമെൻറ് ജോലിയുള്ളവർ, ഫെബ്രുവരി, കൊല്ലം, ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. എഫ് ആണ് കിട്ടി, എഫ്. തിരുവാതിര, ഡി എന്ന് കിട്ടിയിട്ടുണ്ട്, ഡി. അശ്വതി, ടൈലറിങ്, റീയൂണിയൻ. അപ്പം നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ പോസിബിളാണ്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. ഇതാണ് നിങ്ങൾക്ക് ഈ റീഡിങ്ങുമായി കണക്റ്റ് ആവാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, കമൻറ്റ് ചെയ്യാം. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.